പുതിയ വർഷം 2025 തുടങ്ങിയതേ ഉള്ളൂ. അപ്പയ്ക്കും തന്നെ ഒരാളും വിചാരിക്കാത്ത പല കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതിൽ ആദ്യത്തെ നമ്മുടെ മാർക്ക് സക്കർബർഗ് ഉണ്ടല്ലോ, പുള്ളി ഒരു 180 ഡിഗ്രി ഒരു ടേൺ അടിച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം മാർക്ക് സക്കർബർഗിന്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ വോക്ക് അജണ്ട ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവമായിരുന്നു. പ്രത്യേകിച്ച് കോവിഡിന്റെ സമയത്തൊക്കെ നമ്മളെയൊക്കെ ഒരുപാട് പണി തന്ന ആൾക്കാരാണ് ഇവര്. കോവിഡ് എന്താണെന്നോ കോവിഡിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അപ്പൊ ഇവർ അക്കൗണ്ട് നമ്മളെ പൂട്ടിക്കുമായിരുന്നു. അതേപോലെ ഒരുപാട് ഇൻഫർമേഷൻ ഇവരെല്ലാരും കൂടെ ഒതുക്കി തീർത്തിട്ടുണ്ട്. അപ്പൊ ഇത്ര കാലം ബൈഡന്റെ പാർട്ടി പറഞ്ഞത് കേട്ടു. ഇപ്പൊ പാർട്ടി മാറി, ട്രംപ് വന്നല്ലോ. ട്രംപിന്റെ കൂടെ ആരുണ്ട്? ഇലോൺ മസ്ക് ഉണ്ട്. ഇലോൺ മസ്കും ട്രംപും കൂടെ സക്കർബർഗിനിട്ട് നല്ല പണി വരുന്ന് സക്കർബർഗിന് ഓൾറെഡി അറിയാം. ബിസിനസ് മാൻ ആയ ഇങ്ങനെ വേണം. അതായത് പുള്ളി നൈസായിട്ട് ഇപ്പോ ട്രംപിന്റെ സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. ജോ റോഗന്റെ പുതിയ പോഡ്കാസ്റ്റിൽ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, എല്ലാ സോഷ്യൽ മീഡിയ കമ്പനീസിലും ഫാക്ട് ചെക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് ആൾക്കാരുണ്ടാവും. ഇങ്ങനത്തെ ഫാക്ട് ചെക്കേഴ്സ് ആണ് നമ്മളെയൊക്കെ സെൻസർ ചെയ്യുന്ന, ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ സെൻസർ ചെയ്യുന്നതും ഈ ലിബറൽ അജൻഡാസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതും ഇങ്ങനത്തെ ആൾക്കാരാണ്. അവരെ മുഴുവൻ ഇനി ഒഴിവാക്കാൻ പോവാണ്. ഇനി നമ്മുടെ എക്സിൽ ഉള്ള സംഭവം ഉണ്ടല്ലോ, കമ്മ്യൂണിറ്റി നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് അതുപോലത്തെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പോവാണ്. അതായത് ബേസിക്കലി ഇലോൺ മസ്കിനെ കോപ്പി അടിക്കാൻ പോവാണ്. പിന്നെ അതുപോലെ വലിയ അക്യൂസേഷൻ നടത്തിയിട്ടുണ്ട്. ട്രംപിന്റെ ഗവൺമെന്റിലുള്ള ആൾക്കാർ ദിവസവും വിളിച്ച് ഭീഷണിപ്പെടുത്തുമായിരുന്നു അവരുടെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇത്രയും വലിയ മെറ്റ കമ്പനിനെയൊക്കെ പേടിപ്പിക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ കോൾ റെക്കോർഡിംഗ് ഒന്നും അവരുടെ കയ്യിലില്ല. സ്വാഭാവികം. ഇനി വേറെ കാര്യം, എല്ലാ കമ്പനീസിലും ഫെമിനിൻ എനർജീനൊക്കെ കുറച്ചിട്ട് മാസ്കുലിൻ എനർജീനൊക്കെ കൂട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് ആശാൻ. പിന്നെ വേറൊരു കാര്യം സക്കർബർഗ് ചെയ്തത്, ട്രംപിന്റെയും മസ്കിന്റെ ഒക്കെ മെയിൻ ആളാണ് ഡാന വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആള്. മെറ്റ കമ്പനീന്റെ ബോർഡിലേക്ക് ഒരു മെമ്പർ ആയിട്ട് ഡാന വൈറ്റിനെ കയറ്റിയിട്ടുണ്ട്. എന്തിനായിരിക്കണം? ട്രംപുമായിട്ട് എന്തെങ്കിലും ഒരു ഡീല് സൈൻ ചെയ്തിട്ടുണ്ടാവും. അതിന് പകരമായിട്ട് ഒരു ബോർഡ് മെമ്പറിന്റെ സീറ്റ് ഡാന വൈറ്റിന് നൽകിയിട്ടുണ്ട്. ഈ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ ട്രംപിന്റെ സൈഡിലേക്ക് ആവാൻ വേണ്ടി പല കാര്യങ്ങളും സക്കർബർഗ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എക്സിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് സക്കർബർഗ് ഡൈവേഴ്സ് ആവാൻ പോവാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ ഭ്രാന്തൊക്കെ ചെയ്യുന്നത് എന്നാണ്. എനിക്ക് തോന്നുന്നത് ജയിലിൽ പോകാണ്ടിരിക്കാനും കമ്പനി നിലനിർത്താനുമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ്. ഏതൊരു സിഇഒ ചെയ്യുന്ന കാര്യവും പുള്ളി ചെയ്തിട്ടുള്ളൂ. ആരാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്, അവരിനെ സപ്പോർട്ട് ചെയ്ത് മാക്സിമം നിൽക്കുക. അല്ലാതെ വേറെ ഒരു വഴിയില്ല പുള്ളിയുടെ മുന്നിൽ.